നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ ഒരു ടൂർ പരിപാടി ആരംഭിക്കുകയാണ്. പോത്താങ്കട്ടും ഇല്ലിക്കക്കല്ലും ഇരവിഴാപ്പൂഞ്ചിറയുമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്രയും ദൂരം ഓടിയെത്തുമോ എന്നറിയത്തില്ല. എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടിയെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് യാത്ര പോയിട്ട് വരാം. അവിടെ അവിടെ 3-4 നാക്കാക്ക പ്രാണികൾ കിടപ്പുണ്ട്. അടുത്ത ആള് മൊബൈൽ എടുത്തു കേട്ടോ. ഞങ്ങളിപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടാണ് ഇത്. നമ്മുടെ വിശ്വസഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ നാട് മരങ്ങാട്ടുപള്ളിയെ ഞങ്ങളെത്തി. അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നാട്. അവിടുത്തെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങിയത്. നല്ല ഭക്ഷണമായിരുന്നു. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് കണ്ടില്ലേ. നല്ല പാലപ്പവും പിന്നെ മുട്ടക്കറിയും കടലക്കറിയും വെജിറ്റബിൾ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. കേട്ടോ. നമ്മളിപ്പോൾ പോത്താങ്കട്ട് അണക്കെട്ടിൻ്റെ പഴയ പാർക്കിംഗ് ഏരിയയിലെത്തി. അപ്പം 10 മണിയാകുമ്പോഴത്തേ അവിടെ തുറക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ പോത്താങ്കട്ട് അണക്കെട്ടിലേക്കുള്ള ആദ്യത്തെ ആർച്ച്. പണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഡാമിൻ്റെ മേളിൽ കൂടെയായിരുന്നു വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം പുതിയ പാലം വന്നു. ഇത് അവിടെ അടുത്ത് നിന്ന് ഒരു ഞാവൽ മരമായി ഇപ്പം നമ്മളീ കണ്ടതേ. അത് നിറയെ ഇങ്ങനെ പൂത്തൊലഞ്ഞ് കിടക്കുന്ന ഞാവൽ ഇതുവരെ നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ ഞാവൽപ്പഴം പിടിച്ചിരിക്കുകയാണ്. ഇവിടെ 10 മണിക്കേ തുറക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പഴയ പോത്താങ്കട്ടൊന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കിന് ഇവിടെ ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ അവിടെ പോയി കണ്ട് എന്തായാലും ഒരു 2 മണിക്കൂർ സമയം എടുക്കും. നമ്മളകത്ത് പോയി എല്ലാം കണ്ട് കേട്ട് റെസ്റ്റൊക്കെ എടുത്ത് തിരിച്ച് വരുമ്പോഴത്തേക്കിന്. അപ്പോൾ ആ സമയത്ത് നിങ്ങളെ ഇതൊന്ന് കാണിക്കാം. ഞങ്ങൾ തിരിച്ച് പുതിയ പാലത്തിലേക്ക് പോവാണ്. അപ്പോൾ പുതിയ പാലത്തിൽ നിന്നുള്ള ഡാമിൻ്റെ വ്യൂ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ഡാമിൽ നിന്നുകൊണ്ട് റിസർവോയർ കാണുന്നതിനെക്കാട്ടിലും ഭംഗിയാണ് പാലത്തിൽ കൂടെ പോകുമ്പോൾ ഡാം കാണാൻ പറ്റുന്നത്. സാധാരണ നമ്മൾ പാലത്തിൽ ഇറങ്ങിയിട്ട് പാലത്തിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയപരിധി കുറവുണ്ടായിരുന്നു. ഇവിടെ എല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ച് പിന്നെ ഇവിടെ മാമലക്കണ്ടത്തിന് പോകണം, ഇല്ലിക്കക്കല്ലിന് പോകണം, ഇരവിഴാപ്പൂഞ്ചിറയ്ക്ക് പോകണം. ഇതൊക്കെ പോകാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇല്ലിക്കക്കല്ല് 5 മണി വരെയല്ലേ ഉള്ളൂ. ഇല്ലിക്കക്കല്ല് 5 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് അവർ കയറ്റി വിടത്തില്ല, പാസ് കൊടുക്കത്തില്ല. എങ്കിലും നമ്മൾ മാക്സിമം ഓടിയെത്താവുന്ന ഇത് വലിയ ട്രാവലറായിട്ട് നമുക്ക് കാറ് പോലൊന്നും പെട്ടെന്ന് ഓടിയെത്താൻ പറ്റത്തില്ല. അതിൻ്റെ അനുസരിച്ചിട്ടുള്ള സമയം വേണം. പിന്നെ പറ്റുന്നത് പോലെ എവിടെ എത്ര പോയിൻ്റ് കടക്കാമോ അത്രയും പോയിൻറ്റിലേക്ക് എത്താമെന്ന് വിചാരിച്ചു. അപ്പം പഴയ പോത്താങ്കട്ടിൻ്റെ ഗേറ്റിലെത്തി നമ്മൾ. അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു കോഫി ഷോപ്പുണ്ട്. എല്ലാ ഭക്ഷണവും അവിടെ കിട്ടും. നല്ല ചായയും കാപ്പിയൊക്കെ കിട്ടി. നേരെ ഈ വണ്ടി കിടക്കുന്ന പാർക്കിങ്ങിനടുത്താണ് നമ്മുടെ പോത്താങ്കട്ടിലെ ഭഗവതി ക്ഷേത്രം. ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലത്തെ ആർച്ചായി കാണുന്നത്. ഇങ്ങനൊരു നിർമ്മാണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം അമ്പലത്തിലേക്കുള്ള വഴിയല്ല, പക്ഷേ അമ്പലത്തിൻ്റെ ഒരു സ്തൂപമാണ് കണ്ടത് നമ്മൾ. ഇതാണ് ദേവീക്ഷേത്രം. പോത്താങ്കട്ട് ദേവീക്ഷേത്രമാണ് കാണുന്നത്. ഭദ്രകാളി ക്ഷേത്രമാണ്. അപ്പം പഴയ പോത്താങ്കട്ടിലേക്ക് നമ്മൾ പോവാണ്. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമുക്ക് ഗൈഡ് വേണമെങ്കിൽ ഗൈഡ് കൂടെ വരും. ഞാൻ നേരത്തെ പല പ്രാവശ്യം പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗൈഡ് വേണ്ട. കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടെ. ഗൈഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് അവരോരോ വൃക്ഷങ്ങളെപ്പറ്റിയും ഓരോ കാലഘട്ടങ്ങളെപ്പറ്റിയും ഓരോ പഴക്കത്തെപ്പറ്റിയും അകത്തുള്ള ഗുഹയെപ്പറ്റിയും പണ്ട് പൂത്തന്മാർ ഡാം കിട്ടിയ പഴയ ചരിത്രത്തെ പറ്റിയൊക്കെ പറയും. പ്രായത്തെ അതിജീവിക്കുന്ന യൗവനത്തോടു കൂടി 2 യുവതികൾ ഇത് നമ്മുടെ ട്രീ ഹൗസിനകത്ത് ഇരിക്കുകയാണ്. ട്രീ ഹൗസിന് ഇടത്ത് സൈഡിലൊരു ചെറിയ ചരിവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക്
ഇത് കണ്ടോ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പിൽ ഒരു 3-4 ചെടികളുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ആ പൂക്കൾ കണ്ടോ, നമുക്ക് എങ്ങും കാണാൻ കിട്ടത്തില്ല കാട്ടിലുള്ള പ്രത്യേക കളറായില്ലേ. അതിൻ്റെ നിറം കണ്ടോ, നമ്മുടെ എന്തുവെന്ന് പറയുന്നത് ശംഖുപുഷ്പത്തിൻ്റെയൊക്കെ ഒരു നിറം പോലെ. ആ നിറം മാത്രമല്ല, പൂവിൻ്റെ രീതി അങ്ങനെ തന്നെയാണ്. ഇത് നമുക്കകത്ത് ചെല്ലുന്ന പിന്നെ കുട്ടികൾക്കുമൊക്കെ ഉല്ലസിക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ ഊഞ്ഞാലുകൾ, തൊട്ടിലുകൾ ഒക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. ഇതിനകത്തൂടെ കുറേ ദൂരം കൊണ്ട് നടക്കാൻ, ഞങ്ങളെല്ലാം ഒന്നും എടുത്തിട്ടില്ല. ഇതിനകത്ത് ചൂട് എന്ന് പറയുന്നില്ല, പക്ഷേ ഹ്യൂമിഡിറ്റി ഉണ്ട്. നമ്മൾ നല്ലപോലെ വേർത്ത് കുളിക്കും ഇതിനകത്തൂടെ. ഒരു 1.5 കിലോമീറ്റർ നമ്മൾ നടന്നു കഴിയുമ്പോഴത്തേന്. പക്ഷേ ചൂടില്ല, എ സിക്കകത്തൂടെ പോകുന്ന പോലെയാണ്. ഒരു മുതലയുടെ തല പോലെ. ആ തടിയുടെ ഇരിപ്പ് കണ്ട് ഒരു മുതലയുടെ തല പോലെ തന്നെ. ഇവിടെ എന്തോ ഒരു ജീവിയുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു. അത് എന്ത് ജീവിയാണെന്നറിയത്തില്ല. അതെ, ഇതിപ്പോൾ എൻ്റെ ഈ വേര് കണ്ടില്ലേ, പോട്ട് തട്ടി വീഴും അതുപോലെ വേരൊക്കെ. അത് മൊത്തം വനത്തിനകത്തുള്ള ആ വഴിയല്ലേ. ഇതോടെ ഒരു ഗുഹ. ഇവിടെ നമ്മുടെ ഒരു ഗുഹയുണ്ട്. അപ്പോൾ ആ ഗുഹയൊന്ന് കാണാൻ വേണ്ടി നമുക്ക് പോകാം. അവിടെ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് അവിടെ വരുന്നുണ്ട്. താഴെ മരത്തിനകത്ത് പോലെ കേട്ടോ, വെള്ളമുള്ള രീതിയിൽ ഫീൽ ചെയ്യണം. വേണ്ട വെള്ളമുള്ള ആരും ഒക്കെ അപ്പോൾ ഉണ്ട്. ഒരു രാജാനുഭാവം അതിലെ കൂടെ നടന്നു പോകും. ഫോട്ടോ എടുക്കണം. അത് സാധാരണ ക്യാമറ കൊള്ളുന്നതാണ് ഫോട്ടോ. അത് നമ്മൾ ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്താ. ആ കാലങ്ങാണ് തെന്നിപ്പോയ അതേ കുറിച്ച് തള്ളി ഇടുക്കിയോട് ചേർത്ത് ഏത് ഭാഗമൊക്കെ കുട്ടമ്പേട പിടിക്കാണ്. ഈ വനത്തിൻ്റെ ഉള്ളിൽ ഊഞ്ഞാലുകൾ ആടാൻ പറ്റും. പല കളികളുണ്ട് അതിനകത്തില്ലേ. പിന്നെ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട, രസമുണ്ട് കുട്ടികൾക്കൊക്കെ. ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്ന സമയം കൂടിയല്ലേ. എല്ലാവരും ഊഞ്ഞാലാടി. ഇപ്പം എന്താണ്ട് പഴയ ഭൂത്താൻകെട്ടിലെത്തി. അതിൻ്റെ ചരിത്രമൊക്കെ ഭയങ്കരമാണ്. അവർ ഫോറസ്റ്റുകാർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന ഗൈഡുകളോടൊക്കെ ചോദിച്ചാൽ അവർ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചില്ല. അവിടെ ഭൂതത്തമാർ ഒരു രാത്രി കൊണ്ട് ഇവിടെ ഡാം കെട്ടാൻ ശ്രമിച്ചു, അണക്കെട്ട് കെട്ടാൻ വേണ്ടി ശ്രമിക്കുകയും രാത്രിയിൽ ഭഗവാന് കോഴിയുടെ രൂപത്തിലെത്തി അവിടെ കൂവി നേരം വെളുത്തു എന്ന് വിചാരിച്ച് അങ്ങനെ അവർ ഇട്ടിട്ട് പോയെന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അത്ഭുതം തന്നെ അത് കാണാൻ. കാരണം ഒരു ആറ്റിന് കുറുകെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കല്ലിട്ട് അടയ്ക്കാത്ത ഭാഗം. ബാക്കി മുഴുവൻ കല്ലായിട്ട് അടച്ചിരിക്കുക. ഒരാൾ ഒരു ഡാം കെട്ടിയതുപോലെ തന്നെ നമുക്കത് കണ്ടാൽ തോന്നത്തുള്ളൂ. ഇതുവഴി നമ്മൾ അങ്ങേ കരയിലെത്തണം. അങ്ങനെ ഇവിടെ നല്ല പാറയൊക്കെ നല്ല ചുട്ട് പഴുത്ത് കിടക്കുമായിരുന്നു. നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് അവളെ കുഞ്ഞുമോൾ അവളൊക്കെ വന്നായിരുന്നു. ഭയങ്കര ഉഷാറായിട്ട് അവരൊക്കെ അവിടെ ഓടിച്ചാടി വന്നത്. അവിടെ എല്ലാം കണ്ടു, എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുവാണ്. തിരിച്ചു വന്ന സമയത്തായി ചെതൽപ്പൂറ്റ് കണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലെ കുഞ്ഞുങ്ങളൊന്നും ഇത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവരെ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എടുത്തത്. തിരിച്ചെല്ലാവരും നമ്മൾ ആദ്യം പറഞ്ഞ കോഫി ഷോപ്പിൻ്റെ അടുത്തെത്തി. എല്ലാവരും ക്ഷീണിച്ചു പോയി, കാരണം ഒരുപാട് നടന്നു, ഒത്തിരി നടന്നു. പിന്നെ വേർത്തു, നന്നായിട്ട് വേർത്തു, തളർന്നു. പിന്നെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. നല്ല ഫ്രഷ് നെയ്യപ്പം, പരിപ്പുവട, ഉഴുന്നുവട, സുഹിയൻ, ബോളി, പൂച്ച അവിടെ വന്നിരിക്കുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അത് അവിടുത്തെ സ്ഥിരം പൂച്ച കേട്ടോ. നാരങ്ങാവെള്ളമുണ്ട്, ചായ ഉണ്ടായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. എല്ലാവരും കഴിച്ചു. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ വീണ്ടും വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. എല്ലാവരും കണ്ടില്ലേ, ഹാപ്പിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ലെന്ന് ഞാൻ പറഞ്ഞു.
ഇത് അണക്കെട്ടിന്റെ ആ ഭാഗം തന്നെ. അണക്കെട്ടിൻ്റെ ബാക്ക് സൈഡ് തൊട്ടിങ്ങാപ്പുറത്തല്ലേ പാലത്തെ ഇരുന്നുകൊണ്ടുള്ള അണക്കെട്ടായി കാണുന്നത്. എത്ര ഷട്ടർ ഉണ്ടെന്നറിയോ? ഒരുപാട് ഷട്ടർ. ഇത്രയും ഷട്ടറുള്ള ഡാം കേരളത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ഞങ്ങളൊരു തൂക്കുപാലത്തിൻ്റെ അവിടോട്ട് പോവാം. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞങ്ങൾ ആ തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് കാണുമ്പോൾ ഞാൻ പറയാം. നമ്മൾ നല്ല രസമുള്ളൊരു തൂക്കുപാലമാണ്. നമുക്ക് തൂക്കുപാലം കാണാം. ആ ഡാം കണ്ടില്ലേ? ഭയങ്കര ഭംഗിയല്ലേ. നമ്മൾ ഇത്രയും ഭംഗിയുള്ളൊരു ഡാം നമുക്ക് കാണാൻ കിട്ടില്ല. കേരളത്തിൽ ഇത്രയും ഭംഗിയുള്ള ഡാമില്ല. ഇടുക്കി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേറെ ഒരു നിർമ്മാണ രീതിയല്ലേ. ഇവിടെയാണ് ആ തൂക്കുപാലം. ഞങ്ങൾ തൂക്കുപാലത്തിലെത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. നല്ല സഹകരണമുള്ള ആൾക്കാരാണ് അവിടുത്തെ കടക്കാരും അവിടെ താമസിക്കുന്ന നാട്ടുകാരും ഒക്കെ. നല്ല സഹകരണവും നല്ല ഇടപെടലും ഒക്കെയാണ്. കാരണം ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുകയോ ചെയ്താൽ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം തൂക്കുപാലത്തിൽ കയറുന്നതിന് നമുക്കവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഒരുപക്ഷെ സർക്കാർ പണിതാണ്. ഒരുപക്ഷെ ഇനിയിപ്പം ആൾക്കാരെ ടൂറിസ്റ്റുകളുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. ഇഞ്ചത്തൊട്ടി എന്നാ തൂക്കുപാലത്തിൻ്റെ പേരല്ലേ? പെട്ടെന്ന് മറന്നുപോയി. ഇതാണ് ആ തൂക്കുപാലം. ഭയങ്കര വ്യൂ ആണ് കേട്ടോ. ഭയങ്കര വ്യൂ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അനുഭവം നമ്മൾ ഈ തൂക്കുപാലത്തേക്ക് കയറുന്നത്. ഇതൊരു പപ്പിക്കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി വരുമായിരുന്നു ഒരു കുട്ടി. ഒരു സിക്സു ഞങ്ങൾക്കുണ്ടായിരുന്നു പണ്ടൊരാളെ. പിന്നെ നമുക്ക് അവളെ നോക്കാനുള്ള ബുദ്ധിമുട്ടും പ്രയാസം വന്നപ്പോൾ നല്ല സ്നേഹമാണ് ഇവർക്കില്ലേ. അയ്യോ, ഇത്രയും സ്നേഹം ഇപ്പോഴും ആ സങ്കടം മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇത്ര സ്നേഹം, ഇതുപോലെ സ്നേഹം വേറെ പട്ടിക്കുട്ടികൾക്കൊക്കെ ഉണ്ടോയെന്നാണ് അറിയത്തില്ല. ദേ കണ്ടില്ലേ കുഞ്ഞാ, എനിക്കൊന്ന് 1.5 വയസ്സോ 2 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ ഇതിന്. അപ്പോൾ നമ്മുടെ ഈ തൂക്കുപാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തൂക്കുപാലം തന്നെയാണ്. അതായത് നന്നായിട്ട് ആടുന്ന തൂക്കുപാലം ഇത്. ശരിക്കും നടുക്കി വന്നപ്പോൾ എല്ലാവരും പേടിച്ചു പോയി. അതെ, കൈ പിടിച്ചോണ്ട് വരുന്നുണ്ടോ? കാരണം ഇതിൻ്റെ ആട്ടം അങ്ങനെ ഭയങ്കരമായിട്ട് കിടന്ന് ആടുമേ. നമ്മൾ കൈ പിടിക്കാതെ നടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഴാൻ പോകുന്ന രീതിയിലായി പോകും. ഇതിപ്പോൾ മധ്യഭാഗം ആയപ്പോഴത്തേക്കിന് അവരെല്ലാം സ്ത്രീകളൊക്കെ പേടിയാണ്. നമ്മുടെ പണ്ട് കാലത്ത്, ഇപ്പോഴല്ല, ഒരുപാട് 10-40 വർഷത്തിന് മുമ്പ് ഇവിടെ പുനലൂരെ തൂക്കുപാലം ഇതുപോലെ ഒരു സൈഡിൽ ആന കയറുമ്പം ആ പാലം കിടന്ന് കുലുങ്ങുമായിരുന്നാണ് പറയുന്നത്. പിന്നീട് ആ ആട്ടം നിന്നപ്പം പിന്നെ അത് റിപ്പയറിങ് നടത്തി. പക്ഷേ റിപ്പയറിങ് നടത്തിയതിന് ശേഷം പിന്നെ അതിന് ആട്ടം ഉണ്ടായിട്ടില്ല പുനലൂരെ തൂക്കുപാലത്തിന്. ഇപ്പോൾ അത് പുരാവസ്തു വകുപ്പ് അങ്ങനെ സംരക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതും അതുപോലെ തന്നെയാണ്. ഭയങ്കര കണ്ടില്ലേ, ചെയിൻ കിടന്ന് ആടുന്നതുണ്ടോ? ആദ്യമൊക്കെ കയറുന്നവർ പെട്ടെന്ന് ഭയന്ന് പോകും. പാലം എന്തോ തകരാൻ പോവാണോ വീഴാൻ പോകണോ എന്നൊക്കെയുള്ള രീതിയിൽ. പിന്നെ ഇതിൻ്റെ അങ്ങേപ്പുറത്ത് വെള്ളത്തിൽ കസേര ഇട്ട് എല്ലാവരും ഇരിക്കും. കാലേ വന്ന് മീൻ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. അത് അവിടുത്തെ കടക്കാർ ഇട്ടിരിക്കുന്ന ഈ കസേരകളെ. അപ്പോൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്കൊരു രസമായിക്കോട്ടെ. അപ്പോൾ അവർ തൊട്ടടുത്ത കടകളിൽ നിന്നപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കുകയോ സർബത്ത് കുടിക്കുകയോ ചായ കുടിക്കുകയോ ഒക്കെ ചെയ്യില്ലേ. അപ്പോൾ അവർ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് നടക്കുമല്ലോ. ഞങ്ങളെല്ലാം വെള്ളത്തിൽ ഇറങ്ങി ഇന്നായിരുന്നു. അപ്പോൾ ദേ കാലേ വന്ന് മീൻ കൊത്തിക്കൊണ്ടേയിരിക്കും. ഒത്തിരി മീനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, വെള്ളത്തിൻ്റെ നിറം നമ്മൾ കാണും. നല്ല നീല നിറത്തിൽ കിടക്കും, നല്ല ആഴം. സർക്കാർ തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് വളരെ ആഴക്കൂടുതലുണ്ടെന്ന്. അതുകൊണ്ട് നീന്തറിയാത്തവർ വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന് പ്രത്യേകം സർക്കാരിൻ്റെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ടൂറിസ്റ്റുകൾ വരുന്നവരത് ഭംഗിയായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ്ട് കണ്ടില്ലേ, കുട്ടികളെയും കൊണ്ട് വരുന്നവരും ചിലരൊക്കെ പിന്നെ ടൂറിസ്റ്റുകളായ കുട്ടികളൊക്കെ ഇങ്ങനെ പിന്നെ ഓവർ സ്മാർട്ട് കാണിച്ച് വെള്ളത്തിൽ ചാടും. അതൊക്കെ അപകടകരമാണ്. ഇപ്പോൾ വേനൽക്കാലമല്ല, ഈ അവധിക്കാലം കൂടെ അല്ലേ. കുട്ടികളെല്ലാം പിന്നെ സ്കൂൾ അടച്ചിരിക്കുന്ന സമയമല്ലേ, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുട്ടികൾക്കൊക്കെ. ഇപ്പോൾ ഈ പാലത്തിൻ്റെ നീളം നിങ്ങൾ കണ്ടോ? പാലത്തിൻ്റെ അടിയിലിറങ്ങി ഞാൻ പിടിച്ചത് അതേ കണ്ടോ. പാലത്തിൻ്റെ നീളം ഭയങ്കര വ്യൂ ആണ്, ഭയങ്കര രസമാണ് കേട്ടോ. ഒരു അനുഭവം നമ്മൾ ഈ പാലത്തിലെത്തുന്നത് കേട്ടോ. കൂട്ടമായിട്ട് കാലേ വന്ന് മീൻ കൊത്തുവേ, നമുക്കെന്തോ നമുക്കൊരു ഇക്കിളിയൊക്കെ വരുന്ന ഭയങ്കര രസമാണ് അത്. അതുപോലെ നമ്മുടെ കാലം മുറിവുണ്ടെങ്കിലേ അത് മൊത്തം കുത്തിപ്പറിച്ച് വൃത്തിയാക്കും. അത്തിമരം നിൽക്കുന്ന കണ്ടോ, നിറച്ച് അത്തിപ്പഴമായിരുന്നു. അവിടെ നമ്മളെ പാലം കൊണ്ട് ഇറങ്ങുന്നിടത്ത് അവിടെ ഒരു അത്തിമരം നിൽപ്പുണ്ട്, നല്ല തണലാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറാൻ വേണ്ടി പോരുവാണ്. അതിൻ്റെ റോപ്പ് നമുക്കിപ്പോൾ കണ്ട ആ റോപ്പാണ് ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഭയങ്കര വലിപ്പമുള്ള റോപ്പ്. ആ റോപ്പ് കൊണ്ടുവന്ന് വലിയൊരു കോൺക്രീറ്റ് പീസിനകത്ത് അങ്ങേ തലയ്ക്കും അത് ഉറപ്പിച്ചിരിക്കുന്നത്. അവിടെ ഇത്ര പേര് കൂടുതൽ കയറില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 25 പേരാണ് ഗവൺമെൻറ് പറഞ്ഞെങ്കിൽ. ഇതിപ്പോൾ 25 അല്ല 50 അല്ല ആൾക്കാർ കയറുന്നത്. പക്ഷേങ്കിൽ അതിന് സുരക്ഷിതത്വമുണ്ട്. റോപ്പ് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ആ റോപ്പ് പിടിപ്പിച്ചിരിക്കുന്ന ആ കോൺക്രീറ്റ് പീസ്
ആ പീസിൻ്റെ വെയിറ്റിലാണ് ഈ പാലം നിൽക്കുന്നത്. അതിൻ്റെ വെയിറ്റ് അത്രയ്ക്ക് പവറാണ്. എത്ര ടണ്ണ് ആണെന്നറിയാം ഒരു കോൺക്രീറ്റ് പീസ്. അതിലായി റോപ്പ് കൊണ്ടുപോയി കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനടിയിൽ ഇവർ മെയിൻ്റനൻസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നൊന്നുമില്ല. കാരണം ഈ റോപ്പയിലൊക്കെ എപ്പോഴും ഓയിലും ഒക്കെ ഇട്ട് ഗ്രീസും ഒക്കെ പുരട്ടി തുരുമ്പെടുക്കാതൊക്കെ അത് സംരക്ഷിക്കേണ്ടതാണ്. ഞങ്ങൾ കുടയൊക്കെ കരുതിയാണ് പോയത്. വെയിലുള്ള കാണുമെന്നറിയാമല്ലോ. വെയിലുണ്ടായിരുന്നു. പിന്നെ പിക്നിക്കൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയല്ലേ വെയിലുമൊക്കെ കൊണ്ട് ഇതേ കണ്ടോ. നല്ല രസമാണ് ഈ വ്യൂ ഇല്ലേ? ഭയങ്കര ഭംഗിയാണ്. അത് നമ്മൾ ഇതിനു വേണ്ടി തന്നെ പോകണം. നമ്മൾ ഈ പല സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് എങ്ങും സമയം കിട്ടത്തില്ലേ. പെട്ടെന്ന് പോയിട്ട് നമുക്ക് വൺ ഡേ ട്രിപ്പല്ലേ, തിരിച്ച് വൈകിട്ട് എത്തുകയും വേണ്ടേ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് പോരേണ്ടി വന്നത്. എന്താണ് ഈ പഴം? ഇത് തൊണ്ടിപ്പഴമാണ്. തൊണ്ടി 2-3 ടൈപ്പ് തൊണ്ടിയുണ്ട്. അതിൽ ചെറിയ പഴം ഉണ്ടാകുന്ന ഒരു തൊണ്ടിയായത്. ഇത് കുയിലിനും കാക്കയ്ക്കും മറ്റ് കിളികൾക്കൊക്കെ പഴം വലിയ ഇഷ്ടമാണ്. അത് കഴിക്കാനായിട്ട് നമ്മൾ ഒതുക്കുന്നുണ്ട് അത് വരാത്തത്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തത് നമുക്ക് ഇലവീഴ പൂഞ്ചിറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്ത് അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ.